ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 62 ഗോവർദ്ധനയാഗം ശ്ലോകം 7. പരിപ്രീതായാതാ ഖലു ഭവതു പേതാ വ്രജജുഷോ വ്രജം യാവത്താവന്നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്യപ്യധികരജസാക്രാന്തഹൃദയോ നസേഹേ ദേവേന്ദ്രസ്ത്വതുപരചിതാത്മോന്നതിരപി. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പരിപ്രീത യാതാ ഖലു ഭവത് ഉപേത വ്രജജുഷോ വ്രജം യാവത് താവത് നിജമഖ വിഭംഗം നിശമയൻ ഭവന്തം ജാനൻ അപ്യധിക രജസാക്രാന്ത ഹൃദയോ നസേഹേ ദേവേന്ദ്ര സ്തുത് ഉപരചിതാത്മോന്നതിർ അപി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭവതുപേത അങ്ങയോട് ചേർന്ന വ്രജജുഷ ഗോകുലവാസികൾ പരിപ്രീത നല്ലവണ്ണം സന്തുഷ്ടരായി യാവത് എപ്പോൾ വ്രജ ഗോകുലം യാതാ ഖലു പോയോ താവത് അപ്പോൾ ത്വതുപരചിതാത്മോന്നതി അപി അവിടുന്ന് ഉണ്ടാക്കിയ സ്വന്തം വലിപ്പത്തോടു കൂടിയവനാണെങ്കിലും ദേവേന്ദ്ര ഇന്ദ്രൻ നിജമഖവിഭംഗം തൻ്റെ യാഗത്തിനു നേരിട്ട തടസ്സം നിശമയൻ കേട്ടിട്ട് ഭവന്തം അങ്ങയെ ജാനൻ അപി അറിയുന്നവനാണെങ്കിലും അധിക രജസാക്രാന്ത ഹൃദയ വളരെ രജസ്സു വ്യാപിച്ച ഹൃദയത്തോടു കൂടിയവനായി നസേഹേ സഹിച്ചില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പരിപ്രീത യാതാ അവിടെ വിസർഗം ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവത് ഉപേത ചേർത്തിട്ട് ഭവതുപേത ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്രജജുഷോ വ്രജം യാവത് താവത് നിജമഖവിഭംഗം അത് ചേർത്തിട്ട് യാവത്താവൻ നിജമഖവിഭംഗം യാവത് താവത് 2 താന്നുണ്ട്. അപ്പം താന്ന് മെല്ലെ ഊന്നി പറയണം. യാവത്താവൻ നിജ നീ എന്നുള്ളത് മെല്ലെ ഊന്നണം. നിജമഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഭംഗം എന്നുള്ളതിൻ്റെ ഭംഗം എന്നുള്ള ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. നിശമയൻ ഭവന്തം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജാനൻ അപ്യധിക രജസാക്രാന്ത ഹൃദയോ അത് ചേർത്തിട്ട് ജാനന്നപ്യധിക രജസാക്രാന്ത ഹൃദയോ അധിക എന്നുള്ളതിൻ്റെ ധി എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇവിടെ രജസ ആക്രാന്ത ആന്ന് നീട്ടി പറയാൻ വേണ്ടിയിട്ടാണ് 2 അവഗ്രഹ ചിഹ്നം ഉണ്ട്. സാധാരണ ഒന്നുള്ളപ്പോൾ നമ്മൾ ആ എന്ന് പറയും. ഇത് 2 ഉണ്ട്. അപ്പോൾ ആന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 ചിഹ്നം ഇട്ടിരിക്കുന്നത്. രജസാക്രാന്ത ഹൃദയോ ന സേഹേ ദേവേന്ദ്രസ്ത്വതുപരചിതാത്മോന്നതിരപി. ദേവേന്ദ്ര സ്ത്വത് ഉപരചിതാത്മോന്നതിർ അപി അത് ചേർത്തിട്ടാണ് ദേവേന്ദ്രസ്ത്വതുപരചിതാത്മോന്നതിരപി. മോ എന്നുള്ളത് ത് മ എന്നാണ് മ എന്നുള്ളത്. പരിപ്രീതായാതാ ഖലു ഭവതു പേതാ വ്രജജുഷോ വ്രജം യാവത്താവന്നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധിക രജസാക്രാന്ത ഹൃദയോ നസേഹേ ദേവേന്ദ്രസ്ത്വതുപരചിതാത്മോന്നതിരപി. അടുത്തത് 8ാമത്തെ ശ്ലോകം. മനുഷ്യത്വം യാതോ മധുഭിതപി ദേവേഷ്വവിനയം
വിധത്തെ ചേന്നഷ്ടസ്ത്രിദശ സദസാം കോപി മഹിമാ തതശ്ച ത്വം ശിഷ്യേ പശുപഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകിലമഖവാ ദുർമദനിധി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. മനുഷ്യത്വം യാതോ മധുഭിത് അപി ദേവേഷ്വവിനയം വിധത്തെ ചേത് നഷ്ട സ്ത്രിദശ സദസാം കോപി മഹിമാ തതശ്ച ത്വം ശിഷ്യേ പശുപ ഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഖവാ ദുർമദനിധി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മധുഭിത് അപി, മധു എന്ന അസുരനെ കൊന്ന വിഷ്ണുവാണെങ്കിലും മനുഷ്യത്വം, മനുഷ്യൻ്റെ ഭാവത്തെ യാത പ്രാപിച്ച ദേവേഷു ദേവന്മാരിൽ അവിനയം, വിനയമില്ലാത്ത കർമ്മം വിധത്തെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ത്രിദശ സദസാം ദേവസമൂഹത്തിൻ്റെ ക അപി ഏതൊരു വലിയ മഹിമാ മഹത്വവും നഷ്ടമായിത്തീരും. തഥ ച അതിനാൽ തന്നെ പശുപഹതകസ്യ നിന്ദ്യനായ ഈ ഇടയ ചെറുക്കൻ്റെ ശ്രിയം ഐശ്വര്യത്തെ ധ്വംസിഷ്യേ ഞാൻ ഇല്ലാതാക്കും. ഇതി ഇപ്രകാരം ദുർമദനിധി അഹങ്കാരിയായിത്തീർന്ന സ ആ മഖവ ഇന്ദ്രൻ ത്വാം അങ്ങയെ ജേതും ജയിക്കാൻ പ്രവൃത്ത കില പ്രവർത്തിച്ചു കഷ്ടം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മനുഷ്യത്വം യാതോ മധുഭിതപി, മധു എന്നുള്ളതിൻ്റെ ധൂന്നും ഭി എന്നുള്ള ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദേവേഷു അവിനയം, ദേവേഷു അവിനയം. വിധത്തെ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേത് നഷ്ട സ്ത്രീദശ ചേർത്ത് ചൊല്ലുമ്പോൾ ചേന്നഷ്ട സ്ത്രീദശ സദസാം ക അപി കോപി മഹിമാ തതശ്ച ത്വം ശിഷ്യേ, ത്വം എന്നുള്ള ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പശുപഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സ കില മഖവ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദുർമദനിധി ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. ദുർമദ മ മെല്ലെ ഊന്നി പറയണം, രണ്ട് മാന്നുണ്ട്. നിധി എന്നുള്ളതിൻ്റെ ധി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. മനുഷ്യത്വം യാതോ മധുഭിതപി ദേവേഷ്വവിനയം വിധത്തെ ചേന്നഷ്ടസ്ത്രിദശ സദസാം കോപി മഹിമാ തതശ്ച ത്വം ശിഷ്യേ പശുപഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഖവാ ദുർമദനിധി. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.